നമസ്കാരം. നമുക്കൊരു ചോദ്യം വന്നേക്കുന്നത്, കളത്ര ദോഷം ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കും. ചിലരുടെ ജാതകം പലയിടത്തും സമ്പൂർണ്ണ ജാതകമൊക്കെ എഴുതിക്കാറുണ്ട്. അല്ലെങ്കിൽ നല്ല ജ്യോതിഷന്മാരെയൊക്കെ കണ്ടിട്ട് അവനവന്റെ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ വിവാഹം നടത്തുമ്പം ജാതകം നോക്കത്തില്ല. ജാതകം നോക്കാതെ നാൾപ്പൊരുത്തം മാത്രം നോക്കി വിവാഹം നടക്കും. എന്നൊരു ജ്യോതിഷത്തിനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഒരിക്കലും നാൾപ്പൊരുത്തം നോക്കാതിരിക്കുക. ജാതകപ്പൊരുത്തം നോക്കിയിട്ട് വേണം വിവാഹം നടത്താനായിട്ട്. സ്ത്രീ ജാതകം നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് സ്ത്രീ ജാതകത്തിൽ വ്യാഴമാണ് പങ്കാളികാരനായിട്ട് പറയുന്നത്. വ്യാഴം എവിടെ നിൽക്കുന്നു, അനുകൂല സ്ഥാനത്ത് പ്രതികൂല സ്ഥാനത്താണോ, സ്ത്രീക്ക് ആയുസ്സുണ്ടോ, സ്ത്രീക്ക് ഭാഗ്യദോഷം ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ സ്ത്രീജാതകം പരിശോധിച്ചെങ്കിലേ നമുക്ക് അറിയാൻ പറ്റും. അവരുടെ ബയോഡാറ്റയ്ക്ക് തുല്യമാണ് ജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ത്രീജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ പുരുഷജാതകത്തിൽ എത്ര മേന്മയുള്ള സമയം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആ സമയങ്ങളൊന്നും നമുക്ക് അത് ഗുണപ്പെട്ട് വരത്തില്ല. അതായത് വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീയുടെ പുരുഷന്റെ പരസ്പര ഗുണദോഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധകമാണ്. അതാണ് നമ്മൾ പൊരുത്തം കൃത്യമായിട്ട്, അതായത് ചില പറയും വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ നമുക്ക് സ്നേഹിച്ചതാണ് എന്നൊക്കെ പറയാറുണ്ട്. സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ തെറ്റൊന്നുമില്ല. പക്ഷെ അതിനകത്ത് മനപ്പൊരുത്തം നോക്കണം. മനപ്പൊരുത്തം കൊണ്ട് മറ്റു പൊരുത്തങ്ങളൊന്നും വേണ്ടാന്ന് ജ്യോതിശാസ്ത്രത്തിൽ 16-ാം അധ്യായത്തില് പ്രശ്നമാർഗത്തിലെ ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട്. മനപ്പൊരുത്തം ഇല്ലെങ്കിൽ ആ ഒരു ജീവിതം അത്ര ഒരു സക്സസ് ആയിരിക്കുകയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കളത്രഭാവത്തിന് എന്തെങ്കിലും, അതായത് ഭാര്യാഭാവത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സന്താനമില്ലാതെ വരുന്ന അവസ്ഥകൾ, പരസ്പരം സ്നേഹമില്ലാതെ വരിക, നല്ലൊരു ദാമ്പത്യ ജീവിതം ഇല്ലാതെ വരുന്ന അവസ്ഥകളും ഒക്കെ ഉണ്ടാകും. അതിപ്പം തീർച്ചയായിട്ടും ജാതകം നന്നായിട്ട് നോക്കിയിട്ട് മാത്രം വിവാഹങ്ങൾ നടത്തുക.